നമസ്കാരം, സ്ട്രൈക്ക് ടോക്കറാണ്. അവസാന നിമിഷം തിരുവനന്തപുരം മേയർ സ്ഥാനത്ത് നിന്ന് ഒഴിവാക്കിയതിലെ അതൃപ്തി പരസ്യമായി പ്രകടിപ്പിച്ച് ശ്രീലേഖ. സത്യപ്രതിജ്ഞ ചടങ്ങിനെത്തിയ ശ്രീലേഖ ഇരിപ്പിടമില്ലാതെ പിൻനിരയിലേക്ക് മാറാൻ ശ്രമിച്ചു. ഉടൻ തന്നെ മറ്റുള്ളവർ ഇടപെട്ട് നിയുക്ത ഡെപ്യൂട്ടി മേയർ GS ആശാനാഥിന് സമീപം അവർക്ക് ഇരിപ്പിടം ഒരുക്കിക്കൊടുത്തു. മേയറായി VV രാജേഷ് സത്യപ്രതിജ്ഞ ചെയ്തതിന് പിന്നാലെ ശ്രീലേഖ കൗൺസിൽ ഹാൾ വിട്ട് പുറത്തേക്ക് പോയി. ഒരു പാലുകാച്ചൽ ചടങ്ങിൽ പങ്കെടുക്കാനാണ് പോകുന്നതെന്നാണ് പറഞ്ഞിരുന്നത്. ഉച്ചയ്ക്ക് ശേഷം ഡെപ്യൂട്ടി മേയർ തെരഞ്ഞെടുപ്പിന്റെ സമയത്ത് തിരികെ എത്തി ശ്രീലേഖ അതൃപ്തി വ്യക്തമാക്കുന്ന തരത്തിലാണ് കൗൺസിൽ ഹാളിലും നേതാക്കളോട് പെരുമാറിയത്. BJP സംസ്ഥാന കമ്മിറ്റി ഓഫീസിലെ സ്വീകരണത്തിന് ശേഷം മേയർ VV രാജേഷും ഡെപ്യൂട്ടി മേയർ ആശാനാഥും നേരെ പോയത് ശ്രീലേഖയുടെ വീട്ടിലേക്കാണ്. പ്രതിഷേധത്തിന്റെ മഞ്ഞുരുക്കുകയും ഒപ്പം നിർത്തുകയുമായിരുന്നു ലക്ഷ്യം. സ്ഥാനമേറ്റ ശേഷം പ്രമുഖരെ സന്ദർശിക്കുന്നതിന്റെ ഭാഗമായിട്ടാണ് ശ്രീലേഖയെ കാണാനെത്തിയതെന്നാണ് രാജേഷ് പറഞ്ഞത്. തിരുവനന്തപുരം കോർപ്പറേഷൻ മേയർ സ്ഥാനത്തേക്ക് VV രാജേഷിനൊപ്പം പരിഗണിച്ച മുൻ DGP ശ്രീലേഖയ്ക്ക് BJP പുതിയ പദവി നൽകിയേക്കും. പാർട്ടിയുടെ ഭാരവാഹി സ്ഥാനങ്ങൾക്കപ്പുറത്ത് ഏതെങ്കിലും പദവിയിലേക്ക് പരിഗണിക്കുമെന്നാണ് സൂചന. മേയർ സ്ഥാനം ആർക്കു നൽകണമെന്നതിൽ നേതാക്കൾ രണ്ടു തട്ടിലായിരുന്നു. മേയർ സ്ഥാനം ശ്രീലേഖയ്ക്ക് നൽകണമെന്ന് ഒരു വിഭാഗം നിലപാടെടുത്തെങ്കിലും മറ്റൊരു വിഭാഗം മുതിർന്ന നേതാക്കളും RSSും VV രാജേഷിനായി നിലകൊണ്ടതോടെ ശ്രീലേഖ പുറത്തായി. ഇതോടെയാണ് അവർക്ക് മുന്തിയ പരിഗണന നൽകണമെന്ന വാദം ശക്തമായത്. പദവി BJP കേന്ദ്ര ഘടകം തീരുമാനിക്കും. 2024 ഒക്ടോബറിലാണ് ശ്രീലേഖ BJPയിൽ ചേർന്നത്. രാജീവ് ചന്ദ്രശേഖർ പ്രസിഡന്റായതിനു ശേഷം നടന്ന പുനഃസംഘടനയിൽ അവരെ വൈസ് പ്രസിഡന്റാക്കി. രാഷ്ട്രീയ രംഗത്ത് കൂടുതൽ പ്രവർത്തന പാരമ്പര്യമുള്ളയാൾ മേയറായാൽ മതിയെന്ന് RSS നിലപാട് കടുപ്പിച്ചതോടെയാണ് ശ്രീലേഖ പുറത്തായത്. BJPക്ക് വിജയപ്രതീക്ഷയുള്ള നിയമസഭാ മണ്ഡലമായ വട്ടിയൂർക്കാവിൽ മത്സരിപ്പിക്കുന്നതും പാർട്ടിയുടെ പരിഗണനയിലുണ്ട്. വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായം രേഖപ്പെടുത്തുക. കൂടുതൽ വീഡിയോസുകൾക്കായി ഈ ചാനലോട് തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ദിസ് ഇസ് സ്ട്രൈക്ക് ടോക്കർ സൈനിങ് ഓഫ്.